മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളും ഹരിതാഭയും മഞ്ഞു പുതച്ച പ്രകൃതി ഭംഗിയും എല്ലാം നമുക്ക് പരിചിതമാണ്. എന്നാൽ നമുക്ക് പലർക്കും അറിയാത്ത വിസ്മൃതിയിലാണ്ടുപോയ ചരിത്ര അവശേഷിപ്പുകളും ഇവിടെയുണ്ട്. ഇന്ന് നമ്മൾ മൂന്നാറിൽ കാണാത്ത ഒരു റെയിൽവേ സംവിധാനം 1902 തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോണോ റെയിൽവേ സംവിധാനമായിരുന്നു അത്. ബ്രിട്ടീഷുകാർക്ക് തേയിലയും മറ്റു സാധനങ്ങളും കൊണ്ടുപോകുന്നതിന് വേണ്ടി 1902 കണ്ണൻദേവൻ കമ്പനിയാണ് കണ്ടലവാലി റെയിൽവേ സ്ഥാപിച്ചത്. ഇത് മൂന്നാറിനും കണ്ണൻദേവൻ കുന്നുകളിലെ ടോപ്പ് സ്റ്റേഷനും ഇടയിലാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് 1908 ഇത് 2 അടി വീതിയുള്ള നാരോ ഗേജ് ലൈറ്റ് റെയിൽവേ ആയി ഇതിനെ മാറ്റി. 35 കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ നീളം. 1.5 വർഷം എടുത്തു ഇതിന്റെ പണികൾ പൂർത്തിയാക്കാൻ. സ്റ്റീം എഞ്ചിൻ ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും ബ്രിട്ടനിൽ നിന്നായിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നത്. ഈ ഉപകരണങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിനായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ തന്നെയാണ് ഏൽപ്പിച്ചതും. തുടക്കത്തിൽ മരത്തടികൾ ഇന്ധനമാക്കിയായിരുന്നു ലോക്കോമോട്ടീവുകൾ പ്രവർത്തിപ്പിച്ചിരുന്നത്. കുത്തനെയുള്ള വളവുകൾ കാരണം ഇത് അപ്രായോഗികമായതിനാൽ കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. 4 എഞ്ചിനുകളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ചരക്കുകളെയും തൊഴിലാളികളെയും ഇതിൽ കൊണ്ടുപോയിരുന്നു. ബ്രിട്ടീഷ് മാനേജർമാർക്കായി ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റും ഇതിലുണ്ടായിരുന്നു. ഇടയ്ക്കിടെ പാളം തെറ്റുകയും ആനകൾ കൂട്ടത്തോടെ ട്രാക്ക് മുറിച്ചു കടക്കുകയും ചെയ്തിരുന്നതിനാൽ ഈ ട്രെയിൻ യാത്ര മന്ദഗതിയിലായിരുന്നു. മൂന്നാറിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ റെയിൽവേ സംവിധാനം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ വർഷം 1924 ഇതെല്ലാം മാറിമറിഞ്ഞു. മൂന്നാറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു 1924 ഇവിടെ ഉണ്ടായത്. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾക്കും റോഡുകൾക്കും വീടുകൾക്കും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിനു പുറമെ കണ്ടലവാലി റെയിൽവേയുടെയും പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും ഈ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോവുകയുണ്ടായി. ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ റെയിൽവേ സംവിധാനം പുനരുജ്ജീവിപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധം നാശനഷ്ടങ്ങൾ ഉണ്ടായതിനാൽ അവർ ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. പകരം മൂന്നാറിനും ടോപ്പ് സ്റ്റേഷനും ഇടയിലായി തേയില ഗതാഗതത്തിനായി റോപ്പ് വേകൾ സ്ഥാപിച്ചു. ഇന്നും ഇവിടത്തെ ചില പഴയ കെട്ടിടങ്ങളിലും പ്രേത സമാനമായ റെയിൽവേയുടെ ചില അവശിഷ്ട ഭാഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം. മാത്രമല്ല ഇന്ന് മൂന്നാറിൽ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റുകളായി ഉപയോഗിച്ചിരുന്ന പലതും റെയിൽവേക്കായി ഉപയോഗിച്ചിരുന്ന ഇരുമ്പുകളാണ്. ചരിത്രപരവും നിർഭാഗ്യകരവുമായ പദ്ധതിയുടെ സ്മാരകമായി മൂന്നാറിലെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. 1924 ശേഷം അരിയും തേയിലയും സംഭരിക്കുന്നതിനായും ഇടയ്ക്കിടെ പ്രാർത്ഥന നടത്തിയിരുന്ന പള്ളിയായും ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെയാണ് കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് ലിമിറ്റഡിന്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. താഴത്തെ നില ഒരു ഔട്ട്ലെറ്റായും പ്രവർത്തിക്കുന്നു. ഈ റെയിൽവേയുടെ അന്ന് ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങളും നല്ലതണ്ണി എസ്റ്റേറ്റിലെ ടി മ്യൂസിയത്തിൽ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. മൂന്നാറിലെ ആദ്യത്തെ മോണോ റെയിൽവേയുടെ ഒരു റെയിൽ എഞ്ചിൻ വീലും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. കൂടാതെ കണ്ണൻദേവൻ പ്ലാന്റേഷന്റെ ചരിത്രം വിവരിക്കുന്ന ഒരു ഡോക്യുമെന്ററിയും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടത്തെ തേയില നിർമ്മാണത്തിന്റെ ഡെമോ നേരിട്ട് കാണാനും മനസ്സിലാക്കാനും ഈ മ്യൂസിയം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്.